നവംബർ 10-ന് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിൽ സ്ഥിതി ചെയ്യുന്ന അൽ-ഫല യൂണിവേഴ്സിറ്റിയാണ്. കേസിലെ കുറ്റാരോപിതർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്നവരാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തന്നെ ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനവും മുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, യൂണിവേഴ്സിറ്റിക്കെതിരെ വിവിധ ഏജൻസികളുടെ അന്വേഷണവും നടന്നു വരികയാണ്. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ അൽ-ഫല യൂണിവേഴ്സിറ്റിക്ക് വല്ല പങ്കുമുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹരിയാനയിലെ ഫരീദാബാദിൽ 1997-ലാണ് അൽ-ഫല സ്ഥാപിതമായത്. അൽ-ഫല ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടായിരുന്നു തുടക്കം. പിന്നീട് 2014-ലാണ് ഹരിയാന സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സ്വകാര്യ സർവകലാശാലയായി വിപുലീകരിച്ചത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിലുള്ള കോഴ്സുകളാണ് നിലവിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത്രകാലവും മികച്ച അക്കാദമിക് അന്തരീക്ഷത്തോടെ ഫരീദാബാദിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തെയാണ് ഇപ്പോൾ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിന്റെ പേരിൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. സ്ഫോടനത്തിൽ കുറ്റാരോപിതരായ ഡോക്ടർ ഉമർ, ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഗനായെ, ഡോക്ടർ മുസഫർ റാവുത്തർ, ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്നിവർ ഇവിടെ ജോലി ചെയ്തിരുന്നവരായിരുന്നു. ഇതാണ് ഇപ്പോൾ സ്ഥാപനത്തെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണെന്നും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള ഒരു വീട്ടിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതായാണ് പറയുന്നത്. മാത്രമല്ല, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ യൂണിവേഴ്സിറ്റിയുടെ ലബോറട്ടറിയിൽ നിന്ന് ശേഖരിച്ചിരുന്നതായും അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറ്റാരോപിതർ ഉപയോഗിച്ച വാഹനങ്ങൾ പലപ്പോഴായി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്നതായും ഈ വാഹനങ്ങളിൽ ഒന്നാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഈ കണ്ടെത്തലുകളുടെയും സംശയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തിരിയാൻ കാരണം. നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസുകൾ നടക്കുന്നുണ്ടെങ്കിലും അത് കർശന നിരീക്ഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും നടുവിലാണ് നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തികവും അക്കാദമികവും ഭരണപരവുമായ കാര്യങ്ങളിൽ അന്വേഷണ സംഘങ്ങൾ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അന്വേഷണങ്ങളോടും സഹകരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ സ്ഥാപന മേധാവികൾ അറിയിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന കാര്യങ്ങളിൽ അന്വേഷണ സംഘങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ക്യാമ്പസിലെ പഠനാന്തരീക്ഷത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പോലീസും അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും നിരന്തരം ക്യാമ്പസിലും ഹോസ്റ്റലിലും കയറിയിറങ്ങുന്നത് വിദ്യാർത്ഥികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കപ്പെടണമെന്നാണ് അക്കാദമിക് വിദഗ്ധരും വിദ്യാർത്ഥികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ സമയമാണെന്നും ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് തങ്ങൾക്കറിയില്ലെന്നും അൽ-ഫല യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറയുന്നു. യൂണിവേഴ്സിറ്റി അധികാരികളിൽ നിന്ന് ഇനിയുള്ള ക്ലാസുകൾ സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചില്ലെന്നും അവർ അന്വേഷണ ഏജൻസികളുമായി സംസാരിക്കുന്ന തിരക്കിലാണെന്നും വിദ്യാർത്ഥികൾ ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കണമെന്ന് IMA ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തമാക്കുന്നുണ്ട്. സർവകലാശാലയിൽ പഠനത്തിന് ചേർന്നിട്ടുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയിലാണെന്ന് IMA ദേശീയ വക്താവ് ഡോക്ടർ ധ്രുവ് ചൗഹാൻ പറയുന്നു. ആരെങ്കിലും കുറച്ചുപേർ ചെയ്ത തെറ്റിന് മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവി അവതാളത്തിലാക്കരുതെന്നും സർവകലാശാലയ്ക്ക് തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കരിയറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും എന്നാൽ അതിന്റെ പേരിൽ മറ്റു വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകരുതെന്നും അക്കാദമിക് വിദഗ്ധർ പറയുന്നുണ്ട്. കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശനമായ അന്വേഷണവും നടപടികളും ഉണ്ടാകണമെന്നും അതേസമയം തന്നെ മറ്റു വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇത് ബാധിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. ആവശ്യമെങ്കിൽ മറ്റു വിദ്യാർത്ഥികളെ മറ്റ് സർവകലാശാലയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കേണ്ടതുണ്ടെന്നും വിവിധ അക്കാദമിക് സംഘടനകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളുടെ നടപടികൾക്ക് പുറമെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഏജൻസികളും ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നാക്കിന്റെ അംഗീകാരം യൂണിവേഴ്സിറ്റിക്കില്ലെന്നും യൂണിവേഴ്സിറ്റിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അക്രഡിറ്റേഷൻ രേഖകൾ വ്യാജമാണെന്നും നാക്ക് അധികൃതർ പറയുന്നു. ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൂടാതെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വവും അൽ-ഫല യൂണിവേഴ്സിറ്റിക്ക് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ആക്രമണത്തിന് പിന്നാലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ നിലവിലുള്ള വിദ്യാർത്ഥികളെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അക്കാദമിക് സമൂഹത്തിന്റെയും ആവശ്യം.